ഹായുടെ മക്കളെ, എബിഡി സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആശയങ്ങളാണ് കടമെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പാർലമെൻ്ററി സമ്പ്രദായം, അതുപോലെ തന്നെ നിയമവാഴ്ച, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, സ്പീക്കറുടെ ചുമതലകൾ, അതുകൂടാതെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ, ഇതുകൂടാതെ ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വതന്ത്രത, ഇതൊക്കെ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. പിന്നീട് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആശയം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ആശയം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കടം കൊണ്ടിട്ടുള്ളത്. അവസാനമായിട്ട് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് അർദ്ധ ഫെഡറലിസം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം എന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. അതുകൂടാതെ അവശിഷ്ടാധികാരം അല്ലെങ്കിൽ റെസ്യൂഡറി പവേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് എന്തിൽ നിന്ന് തന്നെയാണ്? കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. ഇത് കൂടാതെ നിരവധി ഭരണഘടനയിൽ നിന്നും നിരവധി രാജ്യങ്ങളിൽ നിന്നും പല ആശയങ്ങളും ഇന്ത്യ കടം കൊണ്ടിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് അതേപടി ഇന്ത്യയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് അതിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.